ശുഭമുഹൂർത്തം കുറിക്കുന്ന മാംഗല്യനാദം. എന്താ സ്വപ്നം കാണുകയാണോ? പരിശുദ്ധമായ പട്ടിനോട് ചേരുന്ന ചന്ദനം. ചന്ദന ഗന്ധത്തിലൊരു പട്ടഴക്. സീമാസ് വെഡിംഗ് കളക്ഷൻസ്, AM റോഡ്, പെരുമ്പാവൂർ, കട്ടപ്പന. മൂടിവെക്കപ്പെട്ട സത്യങ്ങൾ, നീതി തേടുന്ന ജനങ്ങൾ, കണ്ടിട്ടും കാണാത്ത അധികൃതർ തുറന്നു കാട്ടുകയാണ് സിറ്റി വിഷൻ. ഇനിയും പുറത്തു വരാത്ത നേരിന്റെ വലിയ കഥകൾ തേടിയൊരു യാത്ര. ദ ബിഗ് സ്റ്റോൺ. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഏറ്റവും കുറഞ്ഞ വിലയിൽ എല്ലാ മെറ്റീരിയൽസും ഉത്തരവാദിത്തത്തോടുകൂടി സൈറ്റിലെത്തിച്ച് നൽകും. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. ഹാപ്പി ബർത്ത്ഡേ പപ്പ. ഇത് എന്നതായി കൊച്ചെ? ഇത് പപ്പയുടെ തലവര മാറ്റുന്നൊരു ഗിഫ്റ്റാ. ഇതോടെ എല്ലാ പ്രശ്നവും മാറും. ഇവൻ കനിയാതെ നമ്മുടെ പ്രശ്നം തീരില്ല മോളെ. പപ്പ ഇതാദ്യം ഒന്ന് തുറന്നു നോക്ക്. പപ്പ ഇത് ഉപയോഗിച്ച് നോക്ക്. പപ്പയുടെ ഇലച്ചെടികൾ ഇനി 100 മിനി വിളവ് തരും. ഇതെന്റെ ഉറപ്പല്ല, ഉപയോഗിച്ച് വിജയിച്ച 100 കണക്കിന് കർഷകരുടെ ഉറപ്പാ. ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ. ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക്, നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ LDF സർക്കാർ പരാജയമെന്ന അഡ്വക്കേറ്റ് PC തോമസ്. മനുഷ്യ വന്യജീവി സംഘർഷം ഉയർത്തിക്കാട്ടി സമരത്തിലേക്ക് നീങ്ങുമെന്നും PC തോമസ്. ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിച്ച കാർട്ടേഴ്സ് കെട്ടിടങ്ങൾ കാടുകയറി നശിക്കുന്നത് വെള്ളത്തൂവലിലെ പവർ ഹൗസുകളുടെ നിർമ്മാണ കാലത്ത് പണി കഴിപ്പിച്ച കെട്ടിടങ്ങൾ. അടിമാലി മാങ്കടവ് മേഖലയിൽ കൃഷിയിടത്തിൽ വന്യജീവിയുടെ സാന്നിധ്യമെന്ന് സംശയം. വന്യജീവിയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടും പ്രദേശത്ത് കണ്ടെത്തി. ദേവികുളം സർക്കാർ LP സ്കൂളിന് സമീപം കഴിഞ്ഞ മഴക്കാലത്ത് റോഡരികിലേക്ക് ഇടിഞ്ഞെത്തിയ മണ്ണ് നീക്കാൻ നടപടിയില്ല. അടുത്ത മഴക്കാലം എത്തുമ്പോഴും അധികൃതരുടെ അനാസ്ഥ തുടരുന്നു. വിശദമായ വാർത്തയിലേക്ക്. ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ LDF സർക്കാർ പരാജയപ്പെട്ടിരിക്കുകയാണെന്ന അഡ്വക്കേറ്റ് PC തോമസ്. വന്യജീവി ആക്രമണമടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തി കേരള കോൺഗ്രസ് സമരത്തിലേക്ക് നീങ്ങുമെന്നും PC തോമസ് പറഞ്ഞു. കേരള കോൺഗ്രസ് കട്ടപ്പന മുനിസിപ്പൽ മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു PC തോമസ്. ഭൂപ്രശ്നങ്ങളിലും മനുഷ്യ വന്യജീവി സംഘർഷത്തിലും സംസ്ഥാന സർക്കാരിനെയും റവന്യൂ വനം വകുപ്പുകളെയും രൂക്ഷമായ ഭാഷയിൽ PC തോമസ് വിമർശിച്ചു. ജില്ലയിലെ നിർമ്മാണ നിരോധനം പിൻവലിക്കാനും ഭൂപ്രശ്നം പരിഹരിക്കാനും വന്യജീവി ആക്രമണം തടയാനും LDF സർക്കാർ പരാജയപ്പെട്ടിരിക്കുകയാണ്. വിവിധ ഭൂവിഷയങ്ങളും വന്യജീവി ആക്രമണങ്ങളും മുൻനിർത്തി കേരള കോൺഗ്രസ് സമരം ആരംഭിക്കുമെന്നും കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാൻ അഡ്വക്കേറ്റ് PC തോമസ് പറഞ്ഞു. ഇവിടെ ഇന്ന് കൃഷിക്കാർക്ക് അതിനകത്ത് ആദായം കിട്ടുന്നില്ല, ഏലത്തിന് വിലയില്ല, അവിടെ തകർന്നിരിക്കുക.
കുരുമുളകിന് അല്പം വില വന്നപ്പോൾ കുരുമുളകില്ല. എങ്ങനെ ജീവിക്കും? അതുകൊണ്ട് നമ്മുടെ ഈ മേഖലയിലുള്ളവർ, പ്രത്യേകിച്ച് കട്ടപ്പനക്കാരും ഇടുക്കി ജില്ലക്കാർക്കും ഒരു ആശ്വാസം കൊടുക്കാനായിട്ടുള്ള നടപടി അടിയന്തരമായി കേരള സർക്കാർ എടുക്കണം. കേന്ദ്ര സർക്കാരും വേണ്ട നടപടി സ്വീകരിക്കണം. കേരള സർക്കാരിന് വേണ്ടി കഴിഞ്ഞ ദിവസവും മുഖ്യമന്ത്രി ഇപ്പം ചെയ്യും എന്ന് പറഞ്ഞു. പക്ഷെ എന്തിയെ? കഴിഞ്ഞ 2 കൊല്ലം മുമ്പേ പറഞ്ഞ ഇപ്പോൾ അതിനുള്ള നിയമ നടപടികൾ കൊണ്ടുവരുമെന്ന് അദ്ദേഹത്തിന് ഓർമ്മയൊക്കെ പോയോ? അതോ എല്ലാം വീണുപോയോ? എനിക്കറിയില്ല. മുതിർന്ന അംഗങ്ങളെ ആദരിച്ചു. അഡ്വക്കേറ്റ് തോമസ് പെരുമന, വർഗീസ് വെട്ടിയാങ്കൽ, ജോയി കൊച്ചുകരോട്ട, ഫിലിപ്പ് മലയാറ്റ്, ചെറിയാൻ ജോസഫ്, ബിജു ജോൺ, OT ജോൺ, ബിജു വാലുന്മേൽ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. സിറ്റി വിഷൻ, കട്ടപ്പന. അധികൃതരുടെ അനാസ്ഥയിൽ ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിച്ച ക്വാർട്ടേഴ്സ് കെട്ടിടങ്ങൾ കാടുകയറി നശിക്കുന്നു. ഇടുക്കി വെള്ളത്തൂവിലെ പവർ ഹൗസുകളുടെ നിർമ്മാണകാലത്ത് പണി കഴിപ്പിച്ച 500-ലധികം വരുന്ന കെട്ടിടങ്ങളാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത്. പല കെട്ടിടങ്ങളുടെയും തടിയുരുപ്പിടികൾ മോഷ്ടാക്കളും അപഹരിച്ചു. ആളൊഴിഞ്ഞ് കാടുകയറിയ കെട്ടിടങ്ങൾ ഇന്ന് സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറി. ഒരു കാലത്ത് മന്ത്രിമാരുൾപ്പെടെയുള്ളവരും ഉന്നത ഉദ്യോഗസ്ഥരും എത്തി തങ്ങിയിരുന്ന എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ ഒരു ഗസ്റ്റ് ഹൗസിന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണിത്. പള്ളിവാസൽ, പന്നിയാർ പവർ ഹൗസുകളുടെ നിർമ്മാണ കാലത്താണ് ഉദ്യോഗസ്ഥർക്കടക്കം താമസിക്കുന്നതിനായി 300 ഏക്കറിലധികം വരുന്ന ഈ പ്രദേശത്ത് 500-ലധികം വരുന്ന ക്വാർട്ടേഴ്സ് കെട്ടിടങ്ങൾ പണി കഴിപ്പിച്ചത്. പവർ ഹൗസുകളുടെ നിർമ്മാണം പൂർത്തിയാക്കി ആളുകൾ മടങ്ങിയതോടെ ഈ കെട്ടിടങ്ങളും അനാഥമായി. പിന്നീട് ഇവ സംരക്ഷിക്കുന്നതിന് ഒരുവിധ നടപടിയും അധികൃതർ സ്വീകരിച്ചിട്ടില്ല. കാട് കയറി മൂടിയ കെട്ടിടങ്ങളിൽ പലതും പൂർണ്ണമായി നശിച്ചു. തടിയുരുപ്പടികൾ മോഷ്ടാക്കൾ അപഹരിക്കുകയും ചെയ്തു. രാത്രികാലങ്ങളിൽ മദ്യപ സംഘങ്ങളും സാമൂഹിക വിരുദ്ധന്മാരും കെട്ടിടം കൈയടക്കുന്ന അവസ്ഥ. നാശത്തെ നേരിടുന്ന കെട്ടിടങ്ങൾ പഞ്ചായത്തിന് വിട്ടു നൽകി നവീകരിച്ച വിനോദസഞ്ചാരികൾക്കായി പ്രയോജനപ്പെടുത്തുകയോ വീടും സ്ഥലവുമില്ലാത്ത കുടുംബങ്ങൾക്ക് നൽകുകയോ ചെയ്യണമെന്നാണ് പൊതുപ്രവർത്തകരടക്കം ആവശ്യപ്പെടുന്നത്. നമുക്ക് ഈ വരുന്ന 500-ഓളം വരുന്ന നശിച്ചു പോയിരിക്കുന്ന ഈ കോട്ടേഴ്സുകളും അതോടനുബന്ധിച്ചുള്ള ഭൂമിയും ഇടുക്കി ജില്ലയിലെ ഭൂരഹിതരെ മുഴുവൻ താമസിപ്പിക്കുവാനുള്ള സംവിധാനമുണ്ട്. 2 പവർ ഹൗസുകൾ, ഒരു മിനി ഡാം, അനവധിയായ വെള്ളച്ചാട്ടങ്ങൾ, പ്രകൃതി കനിഞ്ഞ് അനുഗ്രഹിച്ചരുളിയിരിക്കുന്ന ഈ ഭൂമി പ്രദേശത്താണ് ഇതുപോലെ കെട്ടിടങ്ങൾ കിടന്ന് നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങളൊന്ന് പോയിരിക്കുവാനായിട്ട് വെമ്പൽ കൊള്ളുന്ന എന്തോരം സാധ്യതകൾ ഇവിടെയുണ്ട്. കെട്ടിടങ്ങൾ നവീകരിച്ചാൽ വിനോദസഞ്ചാരികൾക്ക് തങ്ങുന്നതിന് സൗകര്യമൊരുക്കിയാൽ ഇത് വലിയ രീതിയിൽ സർക്കാരിന് വരുമാനമുണ്ടാക്കാൻ സാധിക്കും. മാത്രവുമല്ല, നിർധന കുടുംബങ്ങൾക്ക് വാസയോഗ്യമാക്കി നൽകിയാൽ ജില്ലയിലെ ഭവനരഹിതരുടെ പ്രതിസന്ധി പൂർണ്ണമായി പരിഹരിക്കാൻ കഴിയും. എന്നാൽ ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച കെട്ടിടങ്ങൾ നശിക്കുകയും വിലപിടിപ്പുള്ളതെല്ലാം മോഷ്ടാക്കൾ അപഹരിക്കുകയും ചെയ്തിട്ടും അധികൃതർ ഇത് കണ്ട ഭാവവുമില്ല. KSEBയുടെ കെട്ടിടവും സ്ഥലവും സംരക്ഷിക്കാതെ ലക്ഷങ്ങളുടെ നഷ്ടം വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. സിറ്റി വിഷൻ, വെള്ളത്തൂവൽ. പ്രകൃതി മനോഹാരിത കൊണ്ട് സമ്പന്നമായ കുടിയേറ്റ ഗ്രാമമാണ് രാജാക്കാട്. ആ രാജാക്കാടിന്റെ നെറുകയിൽ നിന്ന് മറ്റൊരു മനോഹര കാഴ്ചയുണ്ട്. അസ്തമയത്തിന്റെ അതിമനോഹരമായ കാഴ്ച. ആ കാഴ്ചയിലേക്കാണിനി. ഉദിച്ചുയരുന്ന സൂര്യന്റെ വെളിച്ചം ആദ്യമെത്തുന്നത് ഈ കനകക്കുന്ന് മലമുകളിലാണ്. പുൽനാമ്പുകളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന മഞ്ഞുതുള്ളികൾ പുലർകാലത്തുള്ള വെയിലേറ്റ് വജ്രങ്ങൾ കണക്ക് വെട്ടിത്തിളങ്ങും. അതുകൊണ്ട് പഴമക്കാർ ഈ മലക്കിട്ട പേരാണ് കനകക്കുന്ന്. പുലർകാലത്ത് മാത്രമല്ല, അസ്തമയവും ഇവിടെ നിന്നുള്ള അതിമനോഹര കാഴ്ച. രാജാക്കാട് പഞ്ചായത്തിലെ ഏറ്റവും ഉയരം കൂടിയ മലനിരകളിൽ ഒന്നാണ് കനകക്കുന്ന്. നിരവധിയായ സഞ്ചാരികൾ ഇപ്പോഴും ഇവിടേക്ക് എത്തുന്നുണ്ട്. തണുത്ത കാറ്റും ശാന്തമായ അന്തരീക്ഷവും ആരെയും ആകർഷിക്കുന്നതാണ്.
ഇതോടൊപ്പമാണ് അസ്തമയ സൂര്യന്റെ മനോഹരമായ കാഴ്ചകൾ. മുമ്പ് മദ്യപ സംഘങ്ങൾ ഇവിടെ കൈയടക്കിയിരുന്നു. എന്നാൽ പ്രദേശവാസികളടക്കം ഇതിൽ ജാഗ്രത കാണിച്ചതോടെ ഇപ്പോൾ മദ്യപ സംഘങ്ങളുടെ കടന്നുവരവ് കുറഞ്ഞിട്ടുണ്ട്. കൃത്യമായ പദ്ധതി തയ്യാറാക്കി നടപ്പിലാക്കിയാൽ ജില്ലയിലെ തന്നെ മറ്റൊരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാക്കി കനകക്കുന്നിനെ മാറ്റാൻ കഴിയും. സിറ്റി വിഷൻ, രാജാക്കാട്. അടിമാലി മാങ്കടവ് മേഖലയിലെ കൃഷിയിടത്തിൽ വന്യജീവിയുടെ സാന്നിധ്യമെന്ന് സംശയം. മരത്തിന്റെ മുകളിൽ നിന്നും അജ്ഞാത ജീവി ചാടി ഓടി മറഞ്ഞത് പ്രദേശവാസികളിലൊരാൾ കണ്ടതാണ് ആശങ്കയ്ക്ക് ഇടവരുത്തിയിട്ടുള്ളത്. വന്യജീവിയുടെ കാൽപ്പാടും പ്രദേശത്ത് കണ്ടെത്തി. വനവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഇങ്ങനെ മേളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ മറക്കാനോ മുഴുവൻ. അടിമാലി മാങ്കടവ് ശ്രീദേവി LP സ്കൂളിന് മുകൾ ഭാഗത്ത് ജനവാസ മേഖലയിൽ വന്യജീവിയുടെ സാന്നിധ്യമുള്ളതായാണ് ആളുകൾ സംശയിക്കുന്നത്. പ്രദേശവാസിയായ സന്തോഷ് കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെ കൊക്കോ പറിക്കുന്നതിനായി പ്രദേശത്തെത്തിയിരുന്നു. ഈ സമയം തൊട്ടടുത്ത കൃഷിയിടത്തിൽ നിന്നിരുന്ന മരത്തിൽ നിന്നും അജ്ഞാത ജീവി താഴോട്ട് ചാടുകയും താഴെ നിന്നിരുന്ന കേഴയാടിന് പിറകെ ഓടിമറഞ്ഞത് ശ്രദ്ധയിൽപ്പെട്ടതായും സന്തോഷ് പറയുന്നു. ദേവി സ്കൂളിൻ്റെ മുകളിൽ എനിക്ക് സ്ഥലമുണ്ടായിരുന്നു. ഞാനവിടെ കൊക്കോ പറിക്കാൻ വന്നപ്പോൾ വെട്ടിക്കുമ്പിൽ ജോസേട്ടൻ്റെ പറമ്പിൽ ഒരു ആഞ്ഞിലി എന്നൊരു പുലി പോലെ ഇരിക്കുന്ന സാധനം ഒരു ആടിനെ മുമ്പിലേക്ക് ചാടി ആടിനെ ഓടിച്ചുകൊണ്ട് പോണ കണ്ടു. ഞാൻ പുറകോട്ട് ഓടുകയും ചെയ്തു. ഇതിനു മുമ്പ് ഇവിടെ പുലിയുടെ സാന്നിധ്യം കണ്ടതാണ്. സംഭവത്തെ തുടർന്ന് ഭയന്നു പോയ സന്തോഷ് ഉടൻ ഇവിടെ നിന്ന് മടങ്ങുകയും സമീപവാസികളെ വിവരമറിയിക്കുകയും ചെയ്തു. പുലിയുടെ സാന്നിധ്യമാണോ പ്രദേശത്തുണ്ടായിട്ടുള്ളത് എന്ന സംശയം പ്രദേശവാസികൾ മുമ്പോട്ട് വയ്ക്കുന്നു. വന്യജീവിയുടെ കാൽപ്പാടും പ്രദേശത്ത് കണ്ടെത്തി. കൂമ്പൻപാറ ഫോറസ്റ്റ് റേഞ്ച് പരിധിയിൽ വരുന്ന പ്രദേശമാണിവിടം. പ്രദേശവാസികൾ വിവരമറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ കോർഡിനേഷൻ അംഗം K. ബുൾബേന്ദ്രനും സ്ഥലത്തെത്തിയിരുന്നു. സിറ്റി വിഷൻ, അടിമാലി. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ദേവികുളം സർക്കാർ LP സ്കൂളിന് സമീപം കഴിഞ്ഞ മഴക്കാലത്ത് റോഡരികിലേക്ക് ഇടിഞ്ഞെത്തിയ മണ്ണ് നീക്കുന്ന നടപടി ഉടനുണ്ടാകണമെന്ന ആവശ്യവുമായി പ്രദേശവാസികൾ രംഗത്ത്. വലിയ അളവിലാണ് മണ്ണ് റോഡരികിലേക്ക് ഇടിഞ്ഞു കിടക്കുന്നത്. മഴയ്ക്ക് മുമ്പ് മണ്ണ് നീക്കാതെ റോഡിലാകെ മണ്ണൊഴുകി പരക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നു. റോഡിന് താഴ്ഭാഗത്ത് താമസിക്കുന്ന സമീപവാസികളും ഇക്കാര്യത്തിൽ വലിയ ആശങ്കയിലാണ്. കഴിഞ്ഞ മഴക്കാലത്തായിരുന്നു കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ദേവികുളം സർക്കാർ LP സ്കൂളിന് സമീപം മണ്ണിടിച്ചിലുണ്ടായത്. പാതയോരത്ത് നിന്നും വലിയ തോതിൽ മണ്ണും ഒപ്പം മരങ്ങളും റോഡിലേക്ക് ഇടിഞ്ഞു ചാടുകയായിരുന്നു. പാതയോരത്തേക്കാണ് മണ്ണിടിഞ്ഞെത്തിയത് എന്നതിനാൽ ഗതാഗത തടസ്സമുണ്ടായില്ല. പക്ഷേ മാസങ്ങൾ പിന്നിട്ടിട്ട് അടുത്ത മഴക്കാലം തൊട്ടരികിലെത്തിയിട്ടും ഈ മണ്ണിവിടെ നിന്നും നീക്കം ചെയ്തിട്ടില്ല. ഇതോടെയാണ് റോഡരികിലേക്ക് ഇടിഞ്ഞെത്തിയ മണ്ണ് നീക്കുന്ന നടപടി ഉടനുണ്ടാകണമെന്ന ആവശ്യവുമായി പ്രദേശവാസികൾ രംഗത്തെത്തിയിട്ടുള്ളത്. അത് ഇനി മഴ പെയ്തുകൊണ്ടേ ഇരുന്നാൽ അത് മൊത്തം റോഡിൽ വന്ന് പോക്ക് വറക്കാനായിട്ട് ഇച്ചിരി പേടൊക്കെ വരും. അപ്പം ഈ മഴ വരും മുമ്പ് നിങ്ങൾ ആരെങ്കിലും വന്ന് ഈ മണ്ണൊക്കെ എടുത്ത് ഒന്ന് റോഡൊക്കെ ശരിയാക്കി കഴിഞ്ഞാൽ ഒന്ന് വണ്ടി പോകണോ നടക്കാനോ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകും. അതുകൊണ്ട് ചെയ്തു തരണം. മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്ത് റോഡിന് താഴ്ഭാഗത്തായി നിരവധി കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. കഴിഞ്ഞ മഴക്കാലത്ത് മണ്ണിടിച്ചിലുണ്ടായതോടെ ഈ കുടുംബങ്ങളോട് വേണ്ടി വന്നാൽ സുരക്ഷിത സ്ഥലത്തേക്ക് മാറാൻ നിർദ്ദേശം നൽകിയിരുന്നു. മണ്ണിടിച്ചിലുണ്ടായതിന് മുകൾ ഭാഗത്ത് വിള്ളൽ സംഭവിച്ചതും കഴിഞ്ഞ മഴക്കാലത്ത് ആശങ്ക വർദ്ധിപ്പിച്ചു. മഴയ്ക്ക് മുമ്പ് മണ്ണ് നീക്കാതെ വന്നാൽ റോഡിലാകെ മണ്ണൊഴുകി പരക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നു. ഇത് ഗതാഗതം ദുഷ്കരമാക്കും. മാത്രവുമല്ല, മണ്ണ് നീക്കാതെ വന്നാൽ മഴ പെയ്യുന്നതോടെ ഈ ഭാഗത്ത് മണ്ണ് റോഡിലേക്ക് ഒലിച്ചിറങ്ങി വീതി കുറയാനുള്ള സാധ്യതയുമുണ്ട്. ഇത് കൂടുതൽ അപകടങ്ങൾക്ക് കാരണമാകും. സിറ്റി വിഷൻ, മൂന്നാർ. സംസ്ഥാന സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നടപടികൾ പ്രതിഷേധിച്ച് കേരള പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയൻ INTC-യുടെ നേതൃത്വത്തിൽ 2 ദിവസമായി നടന്നു വന്നിരുന്ന പ്രചരണ ജാഥ സമാപിച്ചു. വണ്ടിപ്പെരിയാറിൽ ചേർന്ന സമാപന സമ്മേളനം മുൻ MLA AK മണി ഉദ്ഘാടനം ചെയ്തു. പൂട്ടിക്കിടക്കുന്ന തേയിലത്തോട്ടങ്ങൾ തുറന്നു പ്രവർത്തിക്കുന്നതിന് യാതൊരു നടപടികളും സ്വീകരിക്കുന്നില്ല. പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന തോട്ടങ്ങളിലെ തൊഴിലാളികൾക്ക് ശമ്പളവും ലഭിക്കുന്നില്ല. പിരിഞ്ഞുപോയ തൊഴിലാളികൾക്ക് ഗ്രാറ്റുവിറ്റി വിതരണം ചെയ്യാത്ത മാനേജ്മെന്റിനെതിരെ നടപടി സ്വീകരിക്കുന്നില്ല.
തോട്ടം തൊഴിലാളികളുടെ പുനരുദ്ധാരണത്തിന് അനുവദിച്ച 10 കോടി രൂപയിൽ 1 രൂപ പോലും ചിലവഴിച്ചിട്ടുമില്ല തുടങ്ങിയ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കേരള പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയൻ INTUC-യുടെ നേതൃത്വത്തിൽ വാഹന പ്രചരണ യാത്ര ആരംഭിച്ചത്. അഡ്വക്കേറ്റ് EM അഗസ്തി ക്യാപ്റ്റനായി വാഗമണ്ണിൽ ആരംഭിച്ച വാഹന പ്രചരണ ജാഥ വണ്ടിപ്പെരിയാറിൽ സമാപിച്ചു. മുൻ MLA AK മണി സമാപന യോഗം ഉദ്ഘാടനം ചെയ്തു. സമാപന യോഗത്തിൽ P. നളിനാക്ഷൻ അധ്യക്ഷത വഹിച്ചു. INTUC സംസ്ഥാന സെക്രട്ടറി PR അയ്യപ്പൻ, KPW യൂണിയൻ ജനറൽ സെക്രട്ടറി ഷാജി പൈനാടത്ത്, DCC ജനറൽ സെക്രട്ടറി R. ഗണേശൻ, പീരുമേട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് റോബിൻ കാരക്കാട്ട് എന്നിവരും കോൺഗ്രസിന്റെയും യൂണിയന്റെയും മറ്റ് വർഗ ബഹുജന സംഘടനാ നേതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ, വണ്ടിപ്പെരിയാർ. ഇനി ചെറിയൊരിടവേള. മൂടിവെക്കപ്പെട്ട സത്യങ്ങൾ, നീതി തേടുന്ന ജനങ്ങൾ, കണ്ടിട്ടും കാണാത്ത അധികൃതർ, തുറന്നു കാട്ടുകയാണ് സിറ്റി വിഷൻ. ഇനിയും പുറത്തു വരാത്ത നേരിന്റെ വലിയ കഥകൾ തേടിയൊരു യാത്ര, ദ ബിഗ് സ്റ്റോറി. കുടിയേറ്റ നാടായ രാജാക്കാട്ടിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികൾക്കടക്കം വിശ്രമിക്കുന്നതിനും തങ്ങുന്നതിനും രാജകീയമായ ഒരിടം. സ്കൈലൈൻ ഇൻ, മിനി ആശുപത്രിക്ക് സമീപം, രാജാക്കാട്. 3 നിലകളിലായി എല്ലാവിധ സൗകര്യങ്ങളോടു കൂടിയ വിശാലമായ മുറികൾ. AC, non-AC മുറികൾ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാം. ആധുനിക രീതിയിലുള്ള കിടക്കകൾ, വിനോദത്തിനായി LED ടിവികൾ, ഷെൽഫും മറ്റ് സൗകര്യങ്ങളും. പ്രകൃതി മനോഹാരിതയുടെ മടിത്തട്ടായ മണ്ണിൽ സുരക്ഷിതവും ആസ്വാദ്യകരവുമായി വിശ്രമിക്കുവാനും തങ്ങാനും ഇനി മറ്റൊരിടം തേടേണ്ട. സ്കൈലൈൻ ഉണ്ട് 24 മണിക്കൂറും നിങ്ങൾക്കായി രാജാക്കാട്ടിൽ. 38 വർഷത്തെ സേവന പാരമ്പര്യവുമായി പാരഡൈസ് ഫാമിലി സലൂൺ രാജാക്കാട് പ്രവർത്തനം ആരംഭിച്ചു. പ്രശസ്ത ടെലിവിഷൻ താരം ലക്ഷ്മി നക്ഷത്ര ഉദ്ഘാടനം നിർവഹിച്ചു. ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഹെയർ കട്ടിംഗ്, കളറിംഗ്, കരാറ്റിക്, നാനോ പ്ലാസ്റ്റിക്, ഫാഷൻ കട്ടുകൾ, സ്കിൻ ട്രീറ്റ്മെന്റുകൾ, ഏറ്റവും പുതിയ ലേസർ ട്രീറ്റ്മെന്റുകൾ, കാർബൺ ഫേഷ്യൽ തെറാപ്പികൾ, ബ്രൈഡൽ മേക്കപ്പ്, നെയിൽ ആർട്ട്, മൈക്രോബ്ലേഡിംഗ്, ഐലാഷ് ലിഫ്റ്റിംഗ് തുടങ്ങിയ പ്രീമിയം സർവീസുകൾ കുറഞ്ഞ നിരക്കിൽ രാജാക്കാടിന് ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. രാജാക്കാട് കാനറ ബാങ്കിന് സമീപം ചെമ്പക്കര ബിൽഡിംഗിലാണ് പാരഡൈസ് ഫാമിലി സലൂൺ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് നൗ. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. 62.5% നാച്ചുറൽ പ്രോട്ടീനും അനിമൽ പ്രോട്ടീനും തേനുമടങ്ങിയ കരാബിയോൺ ചെറുതും വലുതുമായ അമിനോ ആസിഡ് പെപ്റ്റൈഡ് ചെയിനുകളുടെ സമ്മിശ്ര ശേഖരമാണ്. ചെടികളെയും വിളകളെയും രോഗകീടങ്ങളിൽ നിന്നും സമ്മർദ്ദത്തിൽ നിന്നും സംരക്ഷിച്ച് പ്രകൃതിദത്ത മെറ്റബോളിസത്തെ വർദ്ധിപ്പിക്കുന്നു. ആരോഗ്യകരമായ വളർച്ചയെ സഹായിക്കുന്ന കരാബിയോൺ ഉള്ളപ്പോൾ പിന്നെന്തിനാണ് അമിത മരുന്നും വളപ്രയോഗവും? കർഷകരുടെ വിശ്വാസമാർജിച്ച ഒരു വൈറ്റ് ഫീൽഡ് ഇന്റർനാഷണൽ ഉൽപ്പന്നം. വീണ്ടും വാർത്തയിലേക്ക്. മൂന്നാർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികൾ ചുമതലയേറ്റു. മണ്ഡലം പ്രസിഡന്റ് നെൽസൺ ഉൾപ്പെടെയുള്ള ഭാരവാഹികളാണ് ചുമതലയേറ്റത്. പരിപാടി മുൻ MLA AK മണി ഉദ്ഘാടനം ചെയ്തു. KPCCയുടെ നിർദ്ദേശാനുസരണമാണ് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട മണ്ഡലം, വാർഡ് കോൺഗ്രസ് കമ്മിറ്റികളുടെ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികൾ ചുമതലയേറ്റത്. മൂന്നാർ മണ്ഡലത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് നെൽസൺ, ഒപ്പം 6 വൈസ് പ്രസിഡന്റുമാർ, 20 ജനറൽ സെക്രട്ടറിമാർ, 20 എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ, ട്രഷറർ എന്നിവരാണ് ചുമതലയേറ്റത്. മുൻ MLA AK മണി ഉദ്ഘാടനം നിർവഹിച്ചു. കോൺഗ്രസ് മാത്രം നമുക്കെല്ലാം നമുക്ക് ഗുരുദേവൻ ഉൾപ്പെടെ എല്ലാവരും കോൺഗ്രസ് മാത്രം അത് ഇരുന്നാ നമുക്ക് വെള്ളച്ചട്ടിയും വെള്ളവേഷ്ടിയോ അത് ഇരുന്നതിനാലതാ അത് സുതന്ത്രമായി കൊടുത്തു മുടിച്ച് സുതന്ത്രം കിടച്ചതിന്. ചടങ്ങിൽ മാധ്യമപ്രവർത്തകൻ ബിനീഷ് ആന്റണിയെ ആദരിച്ചു. മണ്ഡലം പ്രസിഡന്റ് നെൽസൺ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി G മുനിയാണ്ടി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വിജയകുമാർ, D കുമാർ, R കറുപ്പുസ്വാമി, ആൻഡ്രൂസ്, മാസ് പീറ്റർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. സിറ്റി വിഷൻ, മൂന്നാർ. കേരള വിധവാ സംഘത്തിന്റെ 14ാമത് സംസ്ഥാന സമ്മേളനം ഈ മാസം 24, 25 തീയതികളിൽ അടിമാലിയിൽ നടക്കും. 24-ന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം സിനിമാ താരം സോണിയ മൽഹാർ ഉദ്ഘാടനം ചെയ്യും.
25-ന് നടക്കുന്ന വാർഷിക സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിക്കും. സമ്മേളനത്തിൽ 200ഓളം പ്രതിനിധികൾ പങ്കെടുക്കും. വിപുലമായ പരിപാടികളോടെയാണ് കേരള വിധവ സംഘത്തിന്റെ 14ാമത് സംസ്ഥാന സമ്മേളനം 2 ദിവസങ്ങളിലായി അടിമാലിയിൽ ക്രമീകരിച്ചിട്ടുള്ളത്. അടിമാലി MA മീരാൻ മെമ്മോറിയൽ ട്രെയിനിംഗ് സെന്ററിൽ ക്രമീകരിച്ചിട്ടുള്ള KM ഗിരിജ നഗറിലാണ് 24-25 തീയതികളിലായി സമ്മേളനം നടക്കുന്നത്. സെമിനാറുകൾ, കലാമത്സരങ്ങൾ, ജനറൽ കൗൺസിൽ മീറ്റ്, പ്രതിനിധി സമ്മേളനം, സാംസ്കാരിക സമ്മേളനം, പ്രകടനം എന്നിവ സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കും. 24-ന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം സിനിമാ താരം സോണിയ മൽഹാർ ഉദ്ഘാടനം ചെയ്യും. 25-ന് വാർഷിക സമ്മേളനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രശസ്ത സിനിമാ നടി സോണിയ മൽഹാർ ആണ് ആ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. മറ്റ് സംഘടനാ നേതാക്കളൊക്കെ പങ്കെടുക്കുന്നുണ്ട്. കൂടാതെ മനസ്സിന് അല്പം സന്തോഷം പകരാൻ വേണ്ടി അവരുടേതായ കലാമത്സരങ്ങൾ നമ്മൾ ഈ സാംസ്കാരിക സമ്മേളനത്തോടൊപ്പം തന്നെ സംഘടിപ്പിച്ചിട്ടുണ്ട്. 24-ന് ഉച്ചയ്ക്ക് 2 മണിക്ക് സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന KM ഗിരിജയുടെ വേർപാടിലുള്ള അനുസ്മരണ സമ്മേളനത്തോടെ പരിപാടികൾക്ക് തുടക്കം കുറിക്കും. ശരണ്യ സ്വയാശ്രയ സംഘങ്ങളും സ്വയം തൊഴിൽ സംരംഭങ്ങളും എന്ന വിഷയത്തിൽ സെമിനാർ നടക്കും. KT ഗീത അധ്യക്ഷത വഹിക്കും. ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ പരിപാടി ഉദ്ഘാടനം ചെയ്യും. 25-ന് നടക്കുന്ന വാർഷിക സമ്മേളനത്തിന്റെ ഉദ്ഘാടന യോഗത്തിൽ സംഘടനാ സംസ്ഥാന ചെയർമാൻ TN രാജൻ മുഖ്യപ്രഭാഷണം നടത്തും. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP KM ഗിരിജ സ്മാരക അവാർഡ് പ്രഖ്യാപനം നടത്തും. പരിപാടിയുടെ ഭാഗമായി ഒരുക്കിയിട്ടുള്ള സ്നേഹാദരവ് 2025-ന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് A രാജ MLA നിർവഹിക്കും. പുതിയ സംസ്ഥാന സമിതി തെരഞ്ഞെടുപ്പോടെ സമ്മേളനം സമാപിക്കും. സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടനാംഗങ്ങൾക്ക് വേണ്ടിയുള്ള വിവിധ മത്സരങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. മത്സര വിജയികൾക്കുള്ള സമ്മാനദാനം അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ നിർവഹിക്കും. അടിമാലിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സംഘടന അഡ്വൈസറി ബോർഡ് ചെയർമാൻ TN രാജൻ, സംസ്ഥാന പ്രസിഡന്റ് മോളി ചാർലി, ജനറൽ സെക്രട്ടറി രജനി ഉദയൻ, സ്വാഗത സംഘം ചെയർമാൻ L രാജൻ, കൺവീനർ ലിസി മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു. സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്ന വിവിധ ആവശ്യങ്ങളടങ്ങിയ മെമ്മോറാണ്ടം സംഘടന സർക്കാരിന് സമർപ്പിക്കും. സിറ്റി വിഷൻ, അടിമാലി. ഫാർമേഴ്സ് ഡെവലപ്മെന്റ് സൊസൈറ്റി ഉപ്പുതറ പഞ്ചായത്ത് തല ഉദ്ഘാടനവും കാർഷിക സെമിനാറും സംഘടിപ്പിച്ചു. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP ജോൺ ഉദ്ഘാടനം ചെയ്തു. ഉപ്പുതറ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. പഞ്ചായത്തിലെ കർഷകരുടെ ഉന്നമനം ലക്ഷ്യം വെച്ച് രൂപീകരിച്ചതാണ് ഫാർമേഴ്സ് ഡെവലപ്മെന്റ് സൊസൈറ്റി. കർഷകർക്ക് ആവശ്യമായ ഗുണനിലവാരമുള്ള വിവിധ തരം തൈകൾ വിതരണം നടത്തുക, മൃഗസംരക്ഷണം, അടുക്കളത്തോട്ടം, പച്ചക്കറി കൃഷി, ഫലവൃക്ഷ തൈകളുടെ കൃഷി പ്രോത്സാഹനം എന്നിവയാണ് സൊസൈറ്റി ലക്ഷ്യം വെക്കുന്നത്. ഉപ്പുതറ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP ജോൺ ഉദ്ഘാടനം ചെയ്തു. ഒരു സ്ഥാപനമാക്കുന്നതിനും കൃഷിക്കാർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളും അതോടൊപ്പം തന്നെ ട്രെയിനിങ് അടക്കം കൊടുക്കുന്ന തരത്തിലേക്ക് നമ്മുടെ സ്ഥാപനത്തെ മാറ്റുന്നതിന് ഇതിൻ്റെ സംഘാടകരായ ആരെങ്കിലും അതുമായി ബന്ധപ്പെട്ട ഭാരവാഹികൾക്ക് കഴിയട്ടെ. അത് നമ്മുടെ നാട്ടിൽ ഒരു നല്ല പ്രസ്ഥാനം. ഗ്രാമപഞ്ചായത്ത് അംഗം സാബു വേങ്ങവേലി അധ്യക്ഷത വഹിച്ചു. ഉപ്പുതറ കൃഷി ഓഫീസർ ധന്യ ജോൺസൺ കാർഷിക സെമിനാർ നയിച്ചു. ഫെഡറൽ ബാങ്ക് ഉപ്പുതറ ശാഖ മാനേജർ നിതിൻ ജോയ് കാർഷിക സെമിനാർ ഉദ്ഘാടനം ചെയ്തു. അനിൽ MA, സുധീഷ് സുധൻ, അനിൽ MP, ജെയിംസ് ജോസഫ്, VN വിശ്വംഭരൻ, രവി വെള്ളാശ്ശേരി, റോബിൻ തോമസ് എന്നിവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, ഉപ്പുതറ. അടിമാലി SNDP ശാഖായോഗത്തിന്റെ നേതൃത്വത്തിൽ കുടുംബസംഗമവും പഠന ക്ലാസും സംഘടിപ്പിച്ചു. അടിമാലി SNDP യൂണിയൻ കൺവീനർ സജി പറമ്പത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു. സ്വാമിനി മാതാ നിത്യചിന്മയി മുഖ്യപ്രഭാഷണം നടത്തി. ശാഖായോഗാംഗങ്ങൾക്കിടയിലെ കെട്ടുറപ്പും ആത്മീയ ഉന്നമനവും ലക്ഷ്യമിട്ടായിരുന്നു അടിമാലി SNDP ശാഖായോഗത്തിന്റെ നേതൃത്വത്തിൽ കുടുംബസംഗമവും പഠന ക്ലാസും സംഘടിപ്പിച്ചത്. സ്വാമിനി മാതാ നിത്യചിന്മയി മുഖ്യപ്രഭാഷണം നടത്തി. ഒരു പ്രതിഷ്ഠിതമാവുകയുള്ളൂ എന്നർത്ഥം. അപ്പോൾ ഇതാണ്
ഗുരുദേവ കൃതിയില് ഓരോ പ്രാർത്ഥനകളിലൂടെയും പ്രാർത്ഥകന് ധന്യമാക്കുന്ന, പ്രാർത്ഥകന് പുതിയ ജീവിതത്തിൽ. അടിമാലി SNDP യൂണിയൻ കൺവീനർ സജി പറമ്പത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ശാഖാ ഭാരവാഹികളായ ദേവരാജൻ ചെമ്പോത്തിങ്കൽ, അശോകൻ തെള്ളിപ്പടവിൽ, S കിഷോർ, വനിതാ സംഘം യൂത്ത് മൂവ്മെന്റ് ഭാരവാഹികൾ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. നിരവധി ശാഖാ അംഗങ്ങൾ കുടുംബസംഗമത്തിലും പഠന ക്ലാസ്സിലും സംബന്ധിച്ചു. സിറ്റി വിഷൻ, അടിമാലി. കട്ടപ്പന വെള്ളയാങ്കുടി സമന്വയ റെസിഡൻസ് അസോസിയേഷൻ വാർഷികവും കുടുംബസംഗമവും നടന്നു. നഗരസഭ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു. നീണ്ടൂർ സണ്ണിയുടെ വസതിയിലാണ് സമന്വയ റെസിഡൻസ് അസോസിയേഷൻ വാർഷികവും കുടുംബസംഗമവും സംഘടിപ്പിച്ചത്. കുടുംബ സാമൂഹ്യ ബന്ധങ്ങളിൽ ലഹരിയുടെ സ്വാധീനം എന്ന വിഷയത്തിൽ റിട്ടയർഡ് എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ അബ്ദുൾ ജബ്ബാർ ക്ലാസുകൾ നയിച്ചു. തുടർന്ന് നടന്ന കുടുംബസംഗമം നഗരസഭ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു. പണ്ടുള്ള കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വലിയ ക്ലാസ്സുകളൊന്നുമില്ല. പക്ഷേ നമ്മളൊക്കെ എത്ര അടി കൊണ്ട് വളർന്നു വന്നവരാണെന്ന് നമ്മൾ ചിന്തിക്കണം. അന്ന് കാർന്നോന്മാരെ പേടി, അതിലുപരി മുതിർന്നവരെ കണ്ടാൽ പേടി. പക്ഷെ ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ കാരണന്മാരെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം കൂടിയുണ്ട്. വലിയവരെ, നമ്മളെക്കാൾ പ്രായമുള്ളവരെ കാണുമ്പോൾ ഒന്നുമല്ലേലും ഒന്ന് എഴുന്നേൽക്കാൻ പറഞ്ഞു കൊടുക്കേണ്ട ആ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. യോഗത്തിൽ ലഹരിക്കെതിരെ കുട്ടികൾ ദീപം തെളിയിച്ചു. തുടർന്ന് വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ അനുമോദിച്ചു. വിവിധ കലാപരിപാടികൾ, ഗാനമേള, സ്നേഹവിരുന്ന് എന്നിവയും സംഘടിപ്പിച്ചു. PJ ജോസഫ് അധ്യക്ഷനായിരുന്നു. നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് KJ ബെന്നി മുഖ്യപ്രഭാഷണം നടത്തി. നഗരസഭാ കൗൺസിലർ ബീന ജോബി, പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് VS അഭിലാഷ് തുടങ്ങിയവർ സംസാരിച്ചു. സിറ്റി വിഷൻ, കട്ടപ്പന. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ LDF സർക്കാർ പരാജയമെന്ന അഡ്വക്കേറ്റ് PC തോമസ്. മനുഷ്യ വന്യജീവി സംഘർഷം ഉയർത്തിക്കാട്ടി സമരത്തിലേക്ക് നീങ്ങുമെന്നും PC തോമസ്. ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിച്ച കാർട്ടേഴ്സ് കെട്ടിടങ്ങൾ കാടുകയറി നശിക്കുന്നു. നശിക്കുന്നത് വെള്ളത്തൂവലിലെ പവർ ഹൗസുകളുടെ നിർമ്മാണ കാലത്ത് പണി കഴിപ്പിച്ച കെട്ടിടങ്ങൾ. അടിമാലി മാങ്കടവ് മേഖലയിൽ കൃഷിയിടത്തിൽ വന്യജീവിയുടെ സാന്നിധ്യമെന്ന് സംശയം. വന്യജീവിയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടും പ്രദേശത്ത് കണ്ടെത്തി. ദേവികുളം സർക്കാർ LP സ്കൂളിന് സമീപം കഴിഞ്ഞ മഴക്കാലത്ത് റോഡരികിലേക്ക് ഇടിഞ്ഞെത്തിയ മണ്ണ് നീക്കാൻ നടപടിയില്ല. അടുത്ത മഴക്കാലം എത്തുമ്പോഴും അധികൃതരുടെ അനാസ്ഥ തുടരുന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ശുഭമുഹൂർത്തം കുറിക്കുന്ന മാംഗല്യനാദം. എന്താ സ്വപ്നം കാണുകയാണോ? പരിശുദ്ധമായ പട്ടിനോട് ചേരുന്ന ചന്ദനം. ചന്ദന ഗന്ധത്തിലൊരു പട്ടഴക്. സീമാസ് വെഡിംഗ് കളക്ഷൻസ്, AM റോഡ്, പെരുമ്പാവൂർ, കട്ടപ്പന. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. KG's Jewelry, കോട്ടയം കട. Since 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഏറ്റവും കുറഞ്ഞ വിലയിൽ എല്ലാ മെറ്റീരിയൽസും ഉത്തരവാദിത്തത്തോടുകൂടി സൈറ്റിലെത്തിച്ചു നൽകും. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. ഹാപ്പി ബർത്ത്ഡേ പപ്പ. ഇത് എന്നതാടി കൊച്ചേ? ഇത് പപ്പയുടെ തലവര മാറ്റുന്നൊരു ഗിഫ്റ്റാ.
ഇതോടെ എല്ലാ പ്രശ്നവും മാറും. ഇവൻ കനിയാതെ നമ്മുടെ പ്രശ്നം തീരില്ല മോളെ. പപ്പ ഇതാദ്യം ഒന്ന് തുറന്നു നോക്ക്. പപ്പ ഇത് ഉപയോഗിച്ച് നോക്ക്. പപ്പയുടെ ഇലച്ചെടികൾ ഇനി 100 മേനി വിളവ് തരും. ഇതെന്റെ ഉറപ്പല്ല, ഉപയോഗിച്ച് വിജയിച്ച 100 കണക്കിന് കർഷകരുടെ ഉറപ്പാ. ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ. ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക് നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്.